നിങ്ങളുടെ കയ്യിൽ മുട്ടയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കാരണം KFC നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്നാക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ചിക്കൻ ഒന്നും വേണ്ട, മുട്ട മാത്രം മതി. അത് വെച്ചിട്ട് നമ്മൾ KFC സ്റ്റൈലിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് വൈകിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കും കൂടെയാണിത്. അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ KFC സ്റ്റൈൽ സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് 2 മുട്ടയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഞാനൊരു മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മാഗി ക്യൂബും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഏറ്റവും അടിപൊളി സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. അധികം സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിത് എന്തായാലും പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിൽ എണ്ണ ഇട്ടിട്ട് അതിലോട്ട് ഈ മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 സൈഡും നല്ല രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമുക്ക് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നോർമൽ ഒരു ഓംലെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ ഉള്ളിയോ പച്ചമുളകൊന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് കുരുമുളക് പൊടിയും മാഗി ക്യൂബും ഉപ്പൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ കാണുന്നത് പോലെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ ഒരു ഓംലെറ്റിൽ നിന്ന് നമുക്ക് ഏകദേശം 8 പീസോളം കിട്ടും. പിന്നെ ഞാൻ 3 മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നാലേ അത്യാവശ്യം കട്ടിയിൽ നമുക്ക് ഓംലെറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് മിനിമം 3 മുട്ടയെങ്കിലും എടുക്കാനായിട്ട് നോക്കണം. ഇനി നമുക്ക് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള കോട്ടിങ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിംഗ് ബൗൾ എടുക്കുന്നുണ്ട്. അതിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന സ്പൂണിൽ 1 സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യും. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഒണിയൻ പൗഡർ, ഇനി 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, കൂടാണ്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒണിയൻ പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയും കൂടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ പൊടി ഞാനെടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് ഡിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മിക്സും കൂടെ റെഡിയാക്കി എടുക്കണം. ഇതിലോട്ട് നമ്മളിനി ചിക്കൻ മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് മുട്ട ഡിപ്പ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മിക്സ് നമുക്കിപ്പം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഓംലെറ്റ് ഉണ്ടല്ലോ, ഓംലെറ്റിൻ്റെ പീസസ് നമ്മൾ ഇതിൽ മുക്കിയിട്ട് പൊരിക്കാനായിട്ടാണ് പോകുന്നത്. ആദ്യം തന്നെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ഡിപ്പിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് മുക്കിയിട്ട് അതെടുക്കുക. എന്നിട്ട് ആ പൗഡർ മിക്സ് ഉണ്ടല്ലോ, പൗഡർ മിക്സിലോട്ട് ഇട്ടിട്ട് അത് നല്ല രീതിയിൽ കോട്ടിങ് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ആക്കിയെടുക്കുക. നമുക്കിത് 2 തവണയാണ് കോട്ടിങ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ പൗഡറിൽ മുക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഡിപ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നല്ല രീതിയിൽ ആക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ആ പൗഡർ കോട്ടിങ്ങിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ കോട്ടിങ് ആവുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ പൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് കോട്ടിങ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കുടഞ്ഞെടുക്കുക. അപ്പോൾ 2 തവണ കോട്ടിങ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് നമ്മളിപ്പോൾ ഡീപ്പ് ഫ്രൈ ആട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യത്തെ ബാച്ചിൽ 3 പീസുകളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പീസുകൾ ഓരോ ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ KFCയുടെ ടെക്സ്ചർ പോലെ ആ ഒരു ഫ്രൈ റെഡി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. മുട്ട മാത്രം യൂസ് ചെയ്തിട്ട് ഒരു KFC കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത 3 പീസും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് പോലത്തെ ആ ഒരു കളർ വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പിയും അതേപോലെ തന്നെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള KFC സ്റ്റൈലിലുള്ള മുട്ട നമ്മളിപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുറത്തുള്ള കോട്ടിങ് നല്ല രീതിയിൽ ക്രിസ്പാണ്, എന്നാൽ ഉള്ളിലുള്ള ഓംലെറ്റ് നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറുമുറയും അതേപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും കഴിക്കാനായിട്ട് പറ്റും. കുട്ടികൾക്ക് വൈകിട്ട് എന്ത് ഉണ്ടാക്കി കൊടുക്കും എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് ഈ ഒരു റെസിപ്പി എന്തായാലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. KFC സ്റ്റൈലിലും കൂടെ ആയതുകൊണ്ട് അവർ മുട്ട എന്തായാലും കണ്ണടച്ച് കഴിച്ചോളും.
അപ്പോൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തേക്കണേ. അതേപോലെ ഇങ്ങനത്തെ നല്ല നല്ല റെസിപ്പികൾക്ക് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.